ഓക്കെ, അടുത്ത പ്രോബിലിറ്റി എന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താണ്? റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂസ്. എക്സിന്റെ വാല്യൂസ് ആയിരിക്കുക 0, 0, 1, 2, 3. ഓക്കെ, പ്രോബിലിറ്റീസ് ആരാ? പ്രോബിലിറ്റീസ് 2a plus 1 by 30, 8a minus 1 by 30, 4a plus 1 by 30. ബി അല്ലേ? അല്ല, ഇതല്ലേ പ്രോബിലിറ്റീസ് വരാ അല്ലെ? ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് where AB belongs to R, mu and sigma respectively the mean and standard deviation. ക്വസ്റ്റ്യൻ പറയുന്നത് സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ എന്താണ്? 2 ആണ്. അങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബൈ ബി അല്ലെ? എ ബൈ ബി കണ്ടേ? അവിടെ എ ബൈ ബി കാണണമെങ്കിൽ എയും ബിയും രണ്ടെണ്ണല്ലേ? ആ രണ്ടെണ്ണമാണ് രണ്ട് ഇക്വേഷൻ വേണ്ടേ? ആ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണേ. ആദ്യ ഇക്വേഷനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോബിലിറ്റിന്റെ സം എപ്പോഴും 1 ആയിരിക്കും അല്ലെ? അല്ല, പ്രോബിലിറ്റിന്റെ സം എന്താണ്? 1 ആയിരിക്കും അല്ലെ? ഇതല്ലേ പ്രോബിലിറ്റീസ്? അതിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അപ്പൊ സം എന്ന് പറയുന്നത് തരിക 2a plus 1 by 30 plus 8a minus 1 by 30 plus 4a plus 1 by 30 plus b അല്ലേ? എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അവിടെ താഴെ മൊത്തം 30 അല്ലേ? താഴെ മൊത്തം 30. മൂളം തരിക 2a 10a 14a. പിന്നെ 1 മൈനസ് 1 പോയി, പിന്നെ 1 അല്ലേ? പ്ലസ് ബി ആണെന്ത്? 1 അല്ലെ? അങ്ങനെയെങ്കിലേ ഇവിടെ നോക്കി 14a പ്ലസ് 1 by 13 എന്താ? 1 മൈനസ് ബി അല്ലേ? അല്ലെ? അങ്ങനെയെങ്കിൽ 14a പ്ലസ് 1 എന്താ വരിക? 13 1 30, 13 മൈനസ് ബി മൈനസ് 30b അല്ലേ? ഇത് ഇങ്ങോട്ട് പോയി എന്തായി? 14a പ്ലസ് 30b എന്താ? 30 മൈനസ് 1 29 അല്ലേ? 14a പ്ലസ് 30b എന്താ? 29. അത് കിട്ടി അല്ലെ? അപ്പൊ എയും ബിയുള്ള ഒരു ഇക്വേഷൻ കിട്ടി അല്ലെ? ഇനി എയും ബിയുള്ള ഒരു ഇക്വേഷൻ കിട്ടി, നമുക്ക് ആൻസർ ആയില്ലേ അല്ലെ? അവിടെ കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം സിഗ്മ സ്ക്വയർ കാണുന്ന ഇക്വേഷൻ എന്താ? സിഗ്മ സ്ക്വയർ കാണുന്ന ഇക്വേഷനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അല്ലെ? അതായത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മ്യൂ അല്ലേ? അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീനാ അല്ലെ? അപ്പൊ അത് മീനിന്റെ സ്ക്വയർ മ്യൂ സ്ക്വയർ അല്ലേ? അല്ലെ? അങ്ങനെ ഇത് ഇങ്ങോട്ട് വന്നാലേ സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലേ? അല്ലെ? അവിടെ ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ 2 അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്? 2 ആണ് അല്ലെ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് ഇക്വേഷൻ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലേ? സമ്മേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ അല്ലേ? ഇതെന്താണ്? 2 ആണ് അല്ലെ? അപ്പൊ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐന്റെ സം എന്താണ്? 2 ആണ്. എന്താ എക്സ് ഐ സ്ക്വയർ? ഇതല്ലേ എക്സ്, അതിന്റെ സ്ക്വയർ അല്ലേ വരിക? അപ്പൊ 0 സ്ക്വയർ 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 അല്ലെ? അപ്പൊ എക്സ് ഐ സ്ക്വയറിന്റെ പി എന്താ വരിക? ഇത് മൾട്ടിപ്ലൈ പറയാം. ഇതല്ലടാ പി, ഇതല്ലേ എക്സ് ഐ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ ഇത് ഇൻറ്റു 0 0, ഇത് 0 അല്ലെ? 8a മൈനസ് 1 by 30 ഇൻറ്റു 1 എന്താ? 8a മൈനസ് 1 by 30 അല്ലെ? 4a പ്ലസ് 1 by 30 ഇൻറ്റു 4 അല്ലെ? 4a പ്ലസ് 1 by 30 ഇൻറ്റു 4, ഇത് 9b അല്ലെ? 9b അല്ലെ? ഇനി സമ്മേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ പി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മല്ലേ? ഇതിന്റെ സമ്മല്ല. അപ്പൊ എന്താ? 0 പ്ലസ് 8a മൈനസ് 1 by 30, 8a മൈനസ് 1 by 30 പ്ലസ് ഇതെന്താ? 4ഉം 30ഉം പോയാൽ എന്താ? 2 by 15 അല്ലേ? അങ്ങനെ കിടക്കട്ടെ അല്ലേ? ഫോൺ കട്ടേണ്ട. ഓക്കെ, ഇവിടെ എന്താ? 4 into 4 16 അല്ലേ? 16a പ്ലസ് 4 ആവും. 16a പ്ലസ് 4 by 30. പിന്നെ ഇവിടെ 9b അല്ലേ വരാം? പ്ലസ് 9b. ഇതിന്റെ വാല്യൂ എന്താണ്? 2 ആണ് അല്ലെ? ഇതെന്താ വരിക? ഇത് ഇവിടെ താഴെ 30 കോമൺ ആയിട്ട് ബാക്കി എന്താ? 8a പ്ലസ് 16a 24a അല്ലേ? അല്ലെ? മൈനസ് 1 പ്ലസ് 4 3 അല്ലേ വരിക അല്ലെ? ഈ 9b ഇങ്ങോട്ട് വന്നാൽ 2 മൈനസ് 9b ആവൂലേ അല്ലെ? അപ്പൊ 24a പ്ലസ് 3 ആരാ? ഇത് ക്രോസ് ചെയ്ത് 30 into 60 അല്ലേ? 30 into മൈനസ് 9 9 27 മൈനസ് 270 അല്ലേ? ബി അല്ലെ? അപ്പൊ എന്തായി? 24a പ്ലസ് 270b ഈക്വൽ ടു 60 മൈനസ് 3 57 അല്ലേ? ഇത് കിട്ടിയത്. ഓക്കെ, 24a പ്ലസ് 270b എന്ന 57 ആണ്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ കിട്ടിയെന്താ? 15a പ്ലസ് 30b അല്ലേ? 14a പ്ലസ് 30b. 29 കിട്ടി. ഓക്കെ, ഇത് രണ്ട് സോൾവ് ചെയ്യണം അല്ലെ? ഇത് രണ്ട് സോൾവ് നമുക്ക് എന്ത് എയും ബി കിട്ടൂലേ അല്ലെ? സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ ഇൻറ്റു 9 ചെയ്തു. അപ്പൊ എന്താ പറയുക? 40 into 9
14 × 9 കാൽക്കുലേഷൻ കുറച്ച് ഹെക്ടിക്കാട്ടോ. 9 36 226 അല്ലെ, 226 അല്ലെ 90 അല്ലെ 226 അല്ലല്ലോ, 9 4 36 3 9 126 അല്ലെ, 126A. ഇത് 270B ആവൂലേ, 270B. 29 × 9 ആവൂലേ, 29 × 9 എന്ന് പറഞ്ഞാൽ 81 8 ഈ 18 26 261 ആവൂലേ അല്ലെ. നേരത്തെ ഈ ഇക്വേഷൻ എന്താ, 24A + 270B = 57 അല്ലേ. രണ്ട് സബ്ട്രാക്ട് ചെയ്യാം. 126 - 24 102 അല്ലേ, 102A അല്ലെ. ഇത് രണ്ട് സബ്ട്രാക്ട് കട്ടായി പോലെ. 261 - 57 എന്താ, 57 4 61 ആവും, 204. അപ്പൊ എന്താ 2 ആണ് അല്ലേ, എന്താ 2 ആണ് അല്ലെ. അവിടെ A2 ആണെങ്കിലേ ആ A2 എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊടുത്ത B കിട്ടൂലേ. എങ്ങനെയാ, 40 × A അത് 28 അല്ലേ, 28 + 30B എന്താ 29 അല്ലെ. അപ്പൊ 30B എന്താ 29 - 28 1 അല്ലേ. സോ B എന്താ 1/30 അല്ലെ. ചോദിച്ച എന്ത് കാണാനാ, A/B അല്ലേ. A/B എന്താ 2 B എന്താ 1/30. ഇത് 2 × 30 60 ആവൂലേ. ആൻസർ എന്താ 60. ഓക്കെ, സംഭവം ഒന്നും അല്ല, പക്ഷെ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് മാത്രമാണ്. ഓക്കെ.